എന്റെ പൊന്നു മക്കളെ, ഈ വേഷത്തിലൊന്നും എങ്ങനെ ഇരിക്കുന്നതല്ലേ? ഒരു അടിപൊളി സിനിമയും കണ്ടിട്ട് വന്നിട്ട് ഇരിക്കുന്നതാന്ന് നമ്മളെ മോഹൻലാലിന്റെ തുടരും. എന്റെ അമ്മ ഒന്നാ സാധനം പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടോ. ഇങ്ങനെ ഒരു സാധാരണ സിനിമ, ഇപ്പൊ മോഹൻലാലിന്റെ സിനിമ അങ്ങനെ അധികം അങ്ങനെ ചെന്നില്ല. പക്ഷെ ഇത് എത്രയോ കാലത്തിന് ശേഷം എന്നാ പറയേണ്ടതെന്ന് അറിയില്ല. എന്റെ അമ്മയെ നമ്മളെ ലാലേട്ടൻ ആ പണ്ടത്തെ ഫോമിലേക്ക് വന്നു. ഞാനൊരു മമ്മൂട്ടി ഫാനാന്നേ, മോഹൻലാലിന്റെ ഫാനൊന്നും നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ ലാലേട്ടനും ആരാധിക്കുന്നത് അല്ലേ അല്ല. പക്ഷെ ഇത് ശോഭന പിന്നെ എന്നാ പറയേണ്ടതല്ല. കിട്ടു സിനിമ. അവസാനല്ലേ സങ്കടം വന്നിട്ടാ. എന്നാലും മോഹൻലാൽ ഒരു പറയണ്ടിക്കാൻ കഴിയില്ലട്ടാ. എന്നാ വില്ലെന്നെല്ലാം പറഞ്ഞ എന്നാ പറഞ്ഞിട്ട് വില്ലന് രാജാവാന്ന് എന്നാന്ന് എങ്ങനെ പറഞ്ഞത്? ഞാൻ അങ്ങനെ സിനിമക്കൊന്നും പോക്കില്ലട്ടാ. ഞാൻ ഇവരെ കളിയാക്കിയിട്ട് ഇങ്ങനെ വീഡിയോയിൽ ഇടുമെങ്കിലും എനിക്ക് വലിയ സിനിമ ഒന്നും ഇഷ്ടമില്ല. കുടുംബം ഇത്രയൊന്നും ഇഷ്ടേ. അതുകൊണ്ട് ഇവര് പറഞ്ഞു തുടരും കാണാൻ പോകാമേ പറഞ്ഞു. നമുക്ക് ടിക്കറ്റ് ഒന്നും കിട്ടിയില്ലട്ടാ. ഉന്തി തള്ളിയിൽ എങ്ങനെയല്ലോ ഇവര് ബുക്കെല്ലാം ചെയ്തിരുന്ന് കാണാൻ പോയിട്ടുണ്ടല്ലോ. തീരുന്നത് വരെ ശ്വാസം വിട്ടിട്ടാ. അത്രക്ക് അഭിനയം മോഹൻലാൽ. കണ്ണുകൊണ്ടും മൂക്കൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ട് വരെ മോഹൻലാൽ അഭിനയിക്കുന്നു. പണ്ടത്തെ നമ്മളെ ലാലേട്ടൻ. മമ്മൂട്ടി കേൾക്കണ്ടേ ഇത്? ഞാൻ മമ്മൂട്ടിയുടെ കട്ടാരാതൊക്കെ ചെയ്തോട്ടാ. എന്നാലും സാരില്ല, നമ്മളെല്ലാലേട്ടൻ ഈ കൊല്ലം അങ്ങനെ തൂക്കിപ്പോയി. പിന്നെ ശോഭനയും എല്ലാരും ഒരാൾ പറയാനില്ല. കിട്ടു സിനിമ. എല്ലാരും പോയി കാണണം കേട്ടാ. എന്നാ ഗീത ക്ഷീണൊന്ന് തീർക്കട്ടെ, കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ.